ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ മയിൽപ്പീലി ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് വെളുപ്പിനെ തന്നെ കലക്കി വെച്ചു കേട്ടോ. അരിപ്പൊടിയും ശർക്കര പാവ് കാച്ചി അരിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കി വെച്ചു. എന്നിട്ടൊരു 8 മണിയായപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ജീരകവും പൊടിച്ചിട്ടു, കുറച്ച് ഏലക്കായും നന്നായിട്ട് പൊടിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നെയ്യിനകത്ത് തേങ്ങ ചെറുതായി അരിഞ്ഞ് അതും എള്ളും കൂടി മുരിയിച്ച് അതും ഇട്ടു. പിന്നെ 2-3 കദളിപ്പഴം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് അതും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ണിയപ്പത്തിൻ്റെ അപ്പക്കാര ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഉണ്ണിയപ്പം ഒഴിക്കുമ്പോൾ തന്നെ അത് തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായി മുരിയുമ്പോൾ തന്നെ വേറെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിയിച്ചാണ് എടുക്കാറ്. അല്ലെങ്കിൽ വേഗം തീരൂല 100 എണ്ണം ഉള്ളതിൻ്റെ പേരിൽ. അങ്ങനെയാണ് ഉണ്ണിയപ്പം റെഡിയായി. നല്ല സൂപ്പർ ഉണ്ണിയപ്പമായിട്ടോ. പിന്നെ ഇവർക്ക് അന്ന് തന്നെ എടുക്കാനാന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ പഴം ചേർത്തത്. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പഴം അങ്ങനെ ചേർക്കാറില്ല. കാരണം പഴം ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരും പിറ്റേ ദിവസത്തേക്ക്. അതുകൊണ്ട് ആണ് ഇന്ന് പഴം ചേർത്തത്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റി ഉണ്ണിയപ്പം ഉണ്ടാക്കി ഗൈസ്.